ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. ഓണറായിരുന്ന സുധിയെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സച്ചി അവിടുത്തെ വെറും ഒരു ജോലിക്കാരനായിട്ട് മാറ്റുന്ന രംഗമാണ്. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഒരു ദിവസം പതിവില്ലാതെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെ ഷോറൂമിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ വരവ് കണ്ടിട്ട് എന്തോ മേടിക്കാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം. ശ്രുതി ചേച്ചി, ഞങ്ങൾ ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, സച്ചേട്ടനും അതുപോലെ രേവതി ചേച്ചിയും വിളിച്ചിട്ട് ഞങ്ങളടുത്ത് ഉടനെ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ട് വന്നതാണ്. എന്തായാലും ഞങ്ങൾ ഷോറൂം ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തിനായിരിക്കും സച്ചി ഇവരടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? അടുത്ത എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അമ്മയും അതുപോലെ അച്ഛനെയും കൂടി കൂട്ടിയിട്ടാണ് ഷോറൂമിലേക്ക് എത്തുന്നത്. ഷോറൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, വേണ്ട സച്ചി, ഇതൊന്നും വേണ്ട എന്ന്. അച്ഛൻ സംസാരിക്കാതെ വാ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണ് നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവര് വരുന്നത് കണ്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓടിയിട്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, ആന്റിയും അതുപോലെ തന്നെ അങ്കിളും എല്ലാവരും വരുന്നുണ്ട് എന്ന്. തന്നെ അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ശ്രുതിയുടെ ക്യാബിന്റെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ശ്രുതിക്ക് അരികിലേക്ക് എത്തുന്ന സമയത്ത് അമ്മ എന്താണ് പതിവില്ലാതെ എല്ലാവരും കൂടി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യ ശ്രുതി, നീ പുറത്തേക്ക് എഴുന്നേറ്റ് വാ എന്ന് സച്ചി പറയുന്നുണ്ട്. കാര്യം എന്താന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ചന്ദ്ര പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ എന്തിനാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് ശ്രുതി തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ, എന്താണ് നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ഇന്നലെ നമ്മൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതല്ലേ, ഇനി മുതൽ ഈ കടയുടെ ഓണർ അച്ഛനാണ്. സച്ചി ഈ കാര്യം കടയുടെ സ്റ്റാഫിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും അത് വല്ലാത്തൊരു നാണക്കേട് പോലെ ആവുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആവശ്യപ്പെട്ട പ്രകാരം തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് ഹാരവും അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോഴും ശ്രുതി ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നീ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത്? എഴുന്നേക്കടാ, ഇനി ഈ കടയുടെ ഓണർ അച്ഛനാണ്, നീ ഇവിടുത്തെ ഇനി വെറും ഒരു വേലക്കാരനെന്ന് പറയണേ. ഇത് കേട്ട ശ്രുതി വേലക്കാരനെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇവിടുത്തെ ജോലിക്കാരൻ, ഒരു മാനേജറാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ശ്രുതി മടിച്ചു നിൽക്കണല്ലോ. അച്ഛൻ അവിടെ ചെന്നിട്ട് ഇരിക്കുകയെന്ന് പറയാണേ. എന്തിനാ സച്ചി, നീ വിളിച്ചുകൊണ്ട് ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടേക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് പോവാം. ഇത് ഇനി മുതൽ അച്ഛന്റെ കടയാണ്, അച്ഛന്റെ കാശ് കൊണ്ട് മേടിച്ച കടയാണ്. എടാ, നീ എന്താ ബസ്സിൽ ടിക്കറ്റ് എടുത്തതുപോലെ അവിടെ തന്നെ ഇരിക്കുന്നത്? ഇത് അച്ഛന്റെ കടയല്ലേ, അച്ഛൻ അവിടെ ഇരിക്കണ്ടേ, എഴുന്നേക്കടാ. മടിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ശ്രുതി അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ സച്ചി ചെയ്യുന്നതിന് ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയിൽ തലയും കുനിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി എണീറ്റ ഉടനെ തന്നെ അച്ഛൻ അവിടെ ഇരുത്തുന്നുണ്ട്. അച്ഛന് മാലയും സച്ചി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ അടുത്തും വരാൻ വേണ്ടിയിട്ട് പറ, അച്ഛനാണല്ലോ ഈ കടയുടെ ഓണർ. അങ്ങനെ നോക്കുമ്പോ ഓണർ അമ്മയാകുമല്ലോ. അമ്മയുടെ അടുത്തും ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി നിർബന്ധിക്കുകയാണ്. ആന്റി ഉള്ളിലേക്ക് ചെല്ലുന്ന വർഷയും അമ്മ ഉള്ളിലേക്ക് ചെല്ലുന്ന ശ്രീകാന്തും പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര നോക്കുന്നത് ശ്രുതിയും അതുപോലെ ശ്രുതിയും ആണ് കേട്ടോ. മടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും രവിക്ക് അരികിൽ ചെന്ന് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. എന്താണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്? ഇനി മുതൽ ഈ കടയുടെ ഓണർ ഈ നിൽക്കുന്ന എന്റെ അച്ഛനാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ശ്രുതിയും അതുപോലെ ശ്രുതി ഒഴികെ. അത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ, നീ എന്താ ചുമരിൽ ചാരി നിൽക്കുന്നത്? അച്ഛൻ പദവി ഏറ്റെടുത്തില്ലേ, ക്ലാപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നിർബന്ധിക്കുകയാണ്. ശ്രുതിക്കും മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരോടൊപ്പം ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് അമ്മയ്ക്ക് മാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ ഇടയിൽ നിൽക്കുന്നുണ്ട്. ശ്രുതിയെ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. എന്നിട്ട് രേവതി തന്നെ വന്നിട്ട് അമ്മയുടെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് അച്ഛന്റെ അടുത്ത് കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനാണെന്ന് നോക്കുമ്പോൾ അച്ഛനൊന്ന് ഇരുന്നേന്ന് പറഞ്ഞിട്ട് അവിടെ നിർബന്ധിച്ചിട്ട് സച്ചി ഇരുത്തുന്നുണ്ട്. അച്ഛനിരിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഹംസത്തെ പോലെയുണ്ടെന്ന് പറയാണ്. അതിനുശേഷം മഹേഷിന്റെ അടുത്ത് സ്വീറ്റ് എടുക്കാൻ വേണ്ടി പറയാണ്. സ്വീറ്റ് മേടിച്ചിട്ട് സച്ചി ആദ്യം അച്ഛന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. എന്തിനാണ് ഇതൊക്കെയെന്ന് രവി ചോദിക്കുന്ന സമയത്ത്, സന്തോഷം നടക്കുന്ന സമയത്ത് നമ്മൾ മധുരം കഴിക്കണം, അച്ഛൻ്റെ അടുത്ത് അമ്മയ്ക്കും കൊടുക്കുമെന്ന് സച്ചി ആവശ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് സ്വീറ്റ് കൊടുക്കുവാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് എല്ലാവരോടുമായിട്ട് സച്ചി പറയുന്നുണ്ട്, ഇന്നു മുതൽ ഈ കടയുടെ ഓണർ എന്റെ അച്ഛനാണ്. ശ്രുതി എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രം. ശ്രുതിക്ക് അത് ശരിക്കും ഒരു നാണക്കേട് പോലെ ആവുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോടാ എന്നുള്ള കാര്യം ചോദിക്കുവാണേ. ഇത് കേട്ട മഹേഷ് ആണെന്നുണ്ടെങ്കിൽ, സച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ, എങ്കിലും സിറ്റുവേഷൻ ഒന്ന് നോക്കണേ. സച്ചി വെറും കാർ ഡ്രൈവർ ആയിരുന്ന സച്ചി ഇപ്പോ 2 കാറിന്റെ ഉടമസ്ഥനായി. എന്നാൽ നീയാണെങ്കിൽ കടയുടെ ഓണർ ആയിരുന്ന ഇപ്പോ വെറും വേലക്കാരനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതോടൊപ്പം അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചിരിക്കുന്നുണ്ട്. അതും ശ്രുതിക്ക് നല്ലൊരു അടിയാണ്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ അതൊക്കെ നിന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോ എന്നുള്ള മട്ടില് മഹേഷിന്റെ വായ അടപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിക്ക് എല്ലാം കൂടി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടുന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ട്. അവര് ദേഷ്യപ്പെട്ടിട്ടാ പോയതെന്നുള്ള കാര്യം തോന്നുന്നു എന്ന് രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവൻ പോവാണെങ്കിൽ പോട്ടെ എന്ന് സച്ചിയും. പക്ഷെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി
ഷോറൂമിന്റെ കുറച്ച് അപ്പുറത്തേക്കാണ് കേട്ടോ പോയി നിൽക്കുന്നത്. ആ കറക്റ്റ് സമയത്താണ് അഭിലാഷ് സാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അഭിലാഷ് സാറിനെ കണ്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് അച്ഛ ഒന്ന് എണീക്ക് അച്ഛ, കുറച്ച് സമയത്തേക്ക് ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് പറയുകയാണേ. എന്തിനാണ് അതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അങ്ങ് പിടിച്ച് മാറ്റുന്നുണ്ട് സച്ചി. അഭിലാഷ് സാർ വരുന്നുണ്ടടാ, അതിനെന്താ, അച്ഛനാണ് ഇപ്പൊ കടയുടെ ഓണർ, അദ്ദേഹം വരട്ടെ. അങ്ങനെ ശ്രുതിയെ ഇരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മുടെ സച്ചി. അങ്ങനെ അഭിലാഷ് സാർ അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. കണ്ട ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. സാർ ഞാൻ ഗുഡാണ്, സാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് തിരിച്ച് സച്ചിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സാർ എപ്പോഴാണ് ഇവിടേക്ക് കേരളത്തിൽ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ ശ്രുതി. രവിയും അതുപോലെ തന്നെ ചന്ദ്രയും മാലയൊക്കെ ഇട്ടിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. ഇത് കണ്ട അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് രവീന്ദ്രൻ പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങള് ഈ കടയിലേക്ക് വരുന്നത്. അമ്പലത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ മാലയൊക്കെ ഇട്ട് നിന്നു, അത്രേ ഉള്ളൂ എന്ന് പറയണേ. അല്ലാതെ ശ്രുതിയല്ല ഇപ്പൊ കടയുടെ ഓണർ എന്നുള്ള കാര്യം നമ്മുടെ രവി വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ചെറിയൊരു സമാധാനമാവുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ സുധി എന്ന് വിളിച്ചും കൊണ്ട് പുറത്തുനിന്ന് കയറി വരുന്ന ശബ്ദം കേൾക്കുവാണേ. ഉടനെ തന്നെ അവരരികിലേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. അത് വന്നിരിക്കുന്നതൊക്കെ സബ് ഡീലേഴ്സ് ആണ് കേട്ടോ. അവരരികിലേക്ക് ചെന്നിട്ട് സാർ എല്ലാവർക്കും സുഖാണെന്നൊക്കെ ചോദിക്കുകയാണെ. നേരിട്ട് കാണുമ്പോൾ തന്നെ നിനക്ക് ഭയങ്കര സുഖവിവരമൊക്കെ അന്വേഷിക്കാൻ അറിയാലോ, എന്നാ നീ ഫോൺ ചെയ്താൽ എന്താ എടുക്കാത്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സബ് ഡീലേഴ്സ്. സാർ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാന്ന് പറയുകയാണെ. അപ്പോഴേക്കും അഭിലാഷ് സാറും അതുപോലെ എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് അരികിലേക്ക് എത്തുവാണ്. ഇവിടെ എന്താ ആരും ഫോൺ എടുക്കാത്തത്? പണമൊക്കെ കറക്റ്റ് ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയും എന്താ നിങ്ങൾ സാധനം അയക്കാത്തത്? അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഉരുണ്ട് കളിക്കുമ്പോഴേക്കും എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നുണ്ട് കേട്ടോ അഭിലാഷ് സാറ്. സാറ് തന്നെ ചോദിക്കൂ, പണം മേടിച്ചിട്ട് ഇതുവരെ സാധനം അയച്ചിട്ടില്ല, ഇതുവരെ അതിന് ഒരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടുമില്ല സർ. ഇത് കേട്ട ഉടനെ തന്നെ അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയാണ് കേട്ടോ മാറി മാറി നോക്കുന്നത്. പക്ഷേ അഭിലാഷ് സാറ് ശ്രുതിയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, തെറ്റ് എന്റെ മേലാണ്, കാനഡയിൽ നിന്ന് സാധനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് 1 or 2 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും സാധനം കിട്ടുമെന്ന് പറയണേ. സർ ഇതുപോലെ തന്നെ മറുപടി ഞങ്ങളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇയാളാണെങ്കിൽ മുങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഒരു 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സാധനം എത്തും, നിങ്ങൾ ടെൻഷൻ ആവണ്ട, പൊക്കോളൂ എന്ന് പറയണേ. അത് കേട്ട് സബ് ഡീലേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തും എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തലയും കുനിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അഭിലാഷ് സാറ് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ശ്രുതി ഈ നടക്കുന്നത്? അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം മേടിച്ചിട്ടുണ്ട്, പക്ഷെ പണം എന്റെ കയ്യിൽ എത്തിയിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പ്രോഡക്ട്സ് അയക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അഭിലാഷ് സാർ ദേഷ്യം പെടുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണല്ലോ. ശ്രുതി, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ അത് സാർ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുവാണേ. അപ്പോഴേക്കും ഇടയിൽ കയറിയിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, സർ ഒരു മിനിറ്റ്, ശ്രുതി ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അച്ഛാ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം അഭിലാഷ് സാറിനെ അറിയിക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. അങ്ങനെ അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അന്ന് വിശ്വനാഥൻ പണം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. സർ ആ പണം മൊത്തത്തിൽ ലോസായി, ഇപ്പോ നഷ്ടത്തിലാണെന്നുള്ള കാര്യം കൂടി സച്ചി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ, ശ്രുതി നിങ്ങൾ ഇപ്പൊ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾക്ക് 3 കോടിയുടെ വീടോ? ഞങ്ങളൊക്കെ ബിസിനസ് ആരംഭിച്ചിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സ്വന്തമായിട്ട് വീട് വാങ്ങിയത്, അതും നോർമൽ ഒരു ഫ്ലാറ്റ്. ഒരു കാര്യം ശ്രുതി മനസ്സിലാക്കിക്കോളൂ, നിങ്ങളെ പോലെ സ്റ്റാർട്ടപ്പ് ചെയ്ത ആൾക്കാരൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ ഡീലേഴ്സിന്റെ നിന്ന് അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തു. സർ അവന്റെ അത്യാഗ്രഹം, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത്. സർ എന്താണെന്നുണ്ടെങ്കിലും അവരെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ആ പണം തിരിച്ചു കിട്ടും സർ. സച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റിച്ച ആളെക്കാൾ പ്രധാനം പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവരെയാണ് പണി ചെയ്യേണ്ടത്. തുടർന്ന് രവി പറയുന്നുണ്ട്, സർ ബിസിനസ്സിൽ തുടക്കക്കാരനാണല്ലോ, അതുകൊണ്ട് സാറ് ഇത്തവണത്തേക്ക് അവനോട് ക്ഷമിക്കണം. കേട്ട ഉടനെ അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ ശ്രുതി നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ബിസിനസ് ഞാൻ എപ്പോഴേ ക്യാൻസൽ ചെയ്തേനെ. ഇപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഫാമിലി മൊത്തത്തിൽ വന്ന് നിൽക്കുന്നു, നിന്റെ അച്ഛന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സച്ചിക്കും വേണ്ടിയിട്ടും മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. വീണ്ടും ഇതുപോലത്തെ തെറ്റ് ആവർത്തിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്ക് ഡീലർഷിപ്പ് ക്യാൻസൽ ആവുക മാത്രമല്ല ഇതുപോലത്തെ ഡീലർഷിപ്പ് മറ്റാരും ചെയ്ത് തരാത്ത രീതിയിൽ ഞാൻ ചെയ്തു വെക്കും. നീ ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയാണേ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് സാർ യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രയും ശ്രുതിയും എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. അതേസമയം സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് കയറി വരുവാണ്. ശ്രുതി അവിടെ കണ്ട ഉടനെ തന്നെ, നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛനാണ് ഇനി മുതലാളി, കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോണം, അച്ഛന് കൃത്യമായിട്ട് കണക്കുകളെല്ലാം നീ ബോധിപ്പിച്ചോളണം. നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ച കാര്യങ്ങളാണല്ലോ നിങ്ങളെടുത്ത് പറഞ്ഞത്, കട മര്യാദയ്ക്ക് നോക്കണം എന്ന്, കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അച്ഛനെ അറിയിക്കണമെന്ന്. നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി,
കടയിൽ വെച്ചിട്ട് അവനെ കളിയാക്കി സംസാരിക്കുന്നു. ഇന്ന് നീ അവിടെ രവിയേട്ടനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അഭ്യാസം ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഭിലാഷ് സാറിന്റെ മുമ്പിൽ ഒരു പ്രശ്നമില്ലാതെ ഇവൻ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തേനെ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നത്, അച്ഛനെ കടയിൽ കൊണ്ടുപോയിട്ട് മുതലാളി കസേരയിൽ ഇരുത്തിയില്ലേ, അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എത്രയൊക്കെ തെറ്റ് പറഞ്ഞു ചെയ്തു കഴിഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ ഇവൻ തന്നെയാണ്. ഉടനെ തന്നെ ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ആ അഭിലാഷ് സാറ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. സുധേട്ടനല്ലേ ഡീലർഷിപ്പിന്റെ ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ട് ഇപ്പൊ മൊത്തം പെട്ടു നിൽക്കുന്നത്. എടാ ഞാൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാന്നാ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ ലേറ്റ് ആയി എന്നുള്ള കാര്യം സുധി പറയുമ്പോ എല്ലാത്തിനും നീ ഓരോരോ കാരണം കണ്ടുവെത്തിക്കോടാ. അതുകൊണ്ടാണല്ലോ നിനക്ക് അഭിലാഷ് സാറിന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നത്. ഇന്ന് നീ കടയിലേക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് പോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സുധിയെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. നീ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അവൻ എന്തൊക്കെയാണ് സുധിയെ കുറിച്ചിട്ട് പറഞ്ഞത്? അവൻ ആരാ, വെറും ഒരു കാർ ഡ്രൈവർ അല്ലേ? ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, കാർ ഡ്രൈവർ ആയാലും എന്താ കുഴപ്പം, അധ്വാനിച്ചിട്ടല്ലേ സമ്പാദിക്കുന്നത്. ഓ ഉടനെ തന്നെ നീ ചാടി വീണോ? സുധിയുടെ കഴിവിന്റെ മുമ്പിൽ അവനൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റുമോ? അത് ശരിയാണ്, അവനൊന്നും ഒരിക്കലും ഇവന്റെ അടുത്ത് എത്താൻ പോലും പറ്റും. കാരണം അവൻ നേർമയോട് കൂടിയിട്ട് അധ്വാനിക്കുന്നവനാണ്. ഇവൻ കള്ളനല്ലേ എന്ന് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയുടെ വായ അടയുന്നുണ്ട്. സുധിയാണെങ്കിൽ നീ ഒന്ന് ചുമ്മാതിരിക്കടാന്ന് പറയാണ് സച്ചിയുടെ അടുത്ത്. അമ്മേ ഇവനെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്തത്. പെട്ടെന്ന് എങ്ങനെയാണ് അഭിലാഷ് സാർ കടയിലേക്ക് കയറി വരുന്നത്? ഇവൻ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. നിങ്ങൾ എത്രയും വേഗം വരണം, എന്റെ അച്ഛനാണ് ഇനി കടയുടെ ഓണർ, ഇവനല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്നെ അപമാനിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവൻ ഒപ്പിച്ച പണിയായിരിക്കും. എടാ നിന്റെ അത്രയും മോശപ്പെട്ട രീതിയിലൊന്നും ചിന്തിക്കാൻ എനിക്കറിയില്ല. വേണ്ടടാ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് വളർന്നു വന്നല്ലോ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ അസൂയാണ് നിനക്ക്. അതുകൊണ്ടല്ലേടാ നീ കാലുവാരിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മതി നിർത്തിക്കോ. ആരുടെ കാലുവാരിയെന്നാ നിങ്ങൾ പറയുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് നിങ്ങൾ ഒരാൾ കാരണം മാത്രമാണ്. ഒരിക്കലും സച്ചേട്ടനെ നിങ്ങളെന്നും കണ്ടിട്ട് അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ രേവതി പറയാനുട്ടോ സുധീരുടെ അടുത്ത്. ഞങ്ങളെ മാതിരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നീ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്താ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയൊക്കെയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു വന്നില്ലെന്ന് രേവതി പറയാണേ. ഉടനെ തന്നെ ശ്രുതി അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡാണ് ആദ്യം തുടങ്ങി വെച്ചത്. ആ അഭിലാഷ് സാറ് വേറെന്തോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നു എന്നല്ലേ പറഞ്ഞത്? എന്നാ സച്ചേട്ടനാണ് അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലാണല്ലോ അക്യൂസ് ചെയ്യുന്നത്. ഇത്രയും നാൾ വരാത്ത ഒരാള് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും സംശയം തോന്നില്ല വർഷയെന്ന് ശ്രുതി ചോദിക്കുകയാണ്. അങ്ങനെ അയാളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും ആളായിട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ. ഇനി മേലാൽ അങ്ങനെ സംസാരിച്ചു പോരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിലക്കാണ് രേവതി പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ വായ അടയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണമല്ലോ. എന്തിനാണ് നീ കിടന്ന് തുള്ളുന്നത്? ഇവൻ ഒരിക്കലും രവിയേട്ടനെ മുതലാളിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇവിടെ കൊണ്ട് ഇരുത്തിയത്. എങ്ങനെയെങ്കിലും സുധിയെ ചവിട്ടി താഴ്ക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഇത് കേട്ട രേവതിയും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് നോക്കമ്മേ, ഇന്ന് അച്ഛനുണ്ടല്ലോ ആ കടയിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ ഡീലർഷിപ്പ് ഉണ്ടല്ലോ ഇന്നത്തോടുകൂടി തീർന്നേനെ. ഇപ്പോഴും നമ്മുടെ കുടുംബത്തിനോടുള്ളത് കൊണ്ട് മാത്രമാണ് അവര് ഡീലർഷിപ്പ് ക്യാൻസൽ ആവാതെ പോയത്. രേവതി ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓൾറെഡി അഭിലാഷ് സാറിന്റെ അടുത്ത് നമ്മളെല്ലാം റിച്ച് ആയ ആളാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറ്റിച്ചിട്ടാണ് ആ ഡീലർഷിപ്പ് വാങ്ങാൻ വേണ്ടി നോക്കിയത്. എന്നാൽ സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ ഹോണസ്റ്റ് കൊണ്ട് മാത്രമാണ് ആ ഡീലർഷിപ്പ് സുധേട്ടന് കിട്ടിയത്. അതൊന്നും ഒരിക്കലും സുധേട്ടന് ഓർമ്മ കാണില്ല. അവര് വന്നിട്ട് ചീത്ത വിളിച്ചല്ലോ, അതിന്റെ രോക്ഷം മാത്രമേ സുധേട്ടന് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്തം വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ശരി വിട്ടേക്ക്, എന്തായാലും ഡീലർഷിപ്പ് തുടർന്നോളാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടുന്ന് പോവാണേ. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോകുമ്പോഴേക്കും രേവതിയുടെ അരികേക്ക് തുള്ളിച്ചാടിയിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ. ചന്ദ്ര, എന്താടി നിന്റെ വായിൽ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ടോ? ഇവന് ഇതിനെല്ലാം ഐഡിയ കൊടുക്കുന്നത് നീ ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട്. അടുത്ത വർഷം ഉണ്ടല്ലോ അമ്മയെ പ്രളയം വരുന്നുള്ള കാര്യം തോന്നുന്നത്, അതിനും ഞാൻ തന്നെയാണ് കാരണം എന്നുള്ള കാര്യം അമ്മ പറയുന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എടി നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ ആയിപ്പോയി, ഇതിനെല്ലാം കാരണം അവൾ ഒറ്റയെടുത്തിയെന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുവാണേ. നീ മര്യാദയ്ക്കായിരുന്നുണ്ടെങ്കിൽ ശ്രുതിയെ ആരെങ്കിലും വന്നിട്ട് ചീത്ത പറയുമായിരുന്നോ? ആന്റി ഞാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ മിണ്ടി പോവരുത്. ആ പണത്തെ കുറിച്ചിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പോവില്ലായിരുന്നല്ലോ കാര്യങ്ങള്. ഇനിയും നിന്റെ ഇഷ്ടത്തിന് ഓരോ തോന്നിവാസങ്ങൾ ചെയ്യരുത്. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനം എടുക്കണം, മനസ്സിലായോ എന്ന് ചോദിക്കാനുണ്ട് ദേഷ്യത്തില്. ശരി ആന്റി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നീലിമയുടെ കയ്യിൽ നിന്ന് മേടിച്ച 55 ലക്ഷം രൂപ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള വഴി നോക്ക്, ഇല്ലെങ്കിൽ ഇവൻ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ കണ്ടില്ലേ കടയ്ക്ക് മുതലാളിയായിരുന്ന ഇവനെ വെറും വേലക്കാരനായിട്ട് മാറ്റിയത് എല്ലാം നീ ഒറ്റൊരുത്തി കാരണമാണ്. ഇപ്പം നാണവുമില്ല മാനവുമില്ല, എല്ലാം പോയി. എന്നെ പറ്റിച്ചിട്ട് പണം എടുക്കാന്ന് വിചാരിച്ചത് നിനക്ക് ഇപ്പൊ എല്ലാം കൂടി പറ്റിച്ചതുപോലെയായില്ലേ? നിങ്ങളല്ലേ ഇപ്പൊ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത്. നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. ഉടനെ തന്നെ ആ പണം തിരികെ കൊടുക്കേണ്ട വഴി നോക്ക്. ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മുറിയിലേക്ക് പോകുമ്പോ നീ എങ്ങോട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്, കടയിലേക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങ് വിടുവാണ് കേട്ടോ ശ്രുതിയെ. ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. സച്ചിയെ കണ്ടിട്ട് ആകെ നാണം കെട്ടിട്ട് ശ്രുതിയാണെങ്കിൽ വേഗം ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ.